തീർച്ചയായിട്ടും അവരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അവർ പുറത്തുവിട്ടത്. ഒരു വലിയ സംഘം വന്നവരെ രാത്രി അവരുടെ വാതിലുകൾ ചവിട്ടിപ്പൊളിച്ച് അവർ താമസിക്കുന്ന സ്ഥലത്ത് വന്ന് ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. മുഴുവൻ സാധനങ്ങൾ കൊള്ള ചെയ്യുകയും 90 വയസ്സുള്ള വൈദ്യനെ വരെ ക്രൂരമായി ആക്രമിക്കുകയും ചെയ്തു. അതെ, അദ്ദേഹത്തിൻ്റെ വായിൽ വലിച്ച് കെട്ടി, ആ കൈകൾ പുറകിൽ കെട്ടി, കാല് കെട്ടിയിട്ടാണ് തൂക്കിയെടുത്ത് അദ്ദേഹത്തെ മർദ്ദിച്ചത്. 90 വയസ്സുള്ള ആളെ. എന്നിട്ട് മുറിയിൽ ഫാദർ ലീനസിനെ മുറിയിൽ പൂട്ടിയിട്ടു. മറ്റൊരു ചെറുപ്പക്കാരനായ അച്ഛൻ, നമ്മുടെ ഗോതുരത്ത് സ്വദേശിയാണ്, ഫാദർ സിൽവി, അദ്ദേഹത്തെ കമത്തിക്കിടത്തിയിട്ട് വടിവെച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. വായി കെട്ടി, കൈ കെട്ടി, കാല് കെട്ടി ഇവരെ രണ്ടുപേരെയും മുഴുവൻ സാധനങ്ങൾ കവർന്നെടുത്തിട്ട് രാത്രി മുറിയിലിട്ട് പൂട്ടി ഇവർ പോയി. ഇവർ 1.5 മണിക്കൂർ എടുത്ത് കെട്ടെല്ലാം അഴിച്ച് വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും ഇവരുടെ പറ്റിയില്ല. ഒരു ശബ്ദം കേട്ട് അടുത്തുള്ള ഒരു പൂജാരിയായ ഒരാളാണ്, അദ്ദേഹം വന്നിട്ടാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. ഇതിപ്പോൾ ഇവിടെ മാത്രം നടക്കുന്ന സംഭവമല്ല. മധ്യപ്രദേശിൽ, ഒറീസയിൽ, അതുപോലെ അഹമ്മദാബാദിൽ, ഗുജറാത്തിൽ, ഛത്തീസ്ഗഡിൽ 4 സ്ഥലത്തും വ്യാപകമായ ആക്രമണമാണ് നടക്കുന്നത്. ഈ ചില കൊള്ള സംഘങ്ങളെ ഗവൺമെൻറ് അനുവദിക്കുകയാണ്. 2 മാസം കൊണ്ട് എല്ലാ ക്രൈസ്തവ സ്ഥാപനങ്ങളും കൊള്ള ചെയ്യണമെന്ന് പറയുകയാണ്. ഒരാളെ പിടിക്കില്ല. കമ്മീഷൻ അടുത്തൊക്കെ ചെന്ന് ഇവർ പരാതി പറയുമ്പോൾ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നത്. ഒന്നിൽ ബജരംഗ് ദളുകാരെ ആക്രമിക്കും, മനസ്സിലായില്ലേ, അല്ലെങ്കിൽ സംഘപരിവാറുമായി ബന്ധപ്പെട്ട ആളുകൾ ആക്രമിക്കും, ഇനി ഇതുവരെയ്ക്ക് പോലീസ് ആക്രമിക്കും, അല്ലെങ്കിൽ ഗുണ്ടാ സംഘങ്ങൾ ആക്രമിക്കും. അപ്പം ഞങ്ങളെല്ലാം ഒരുപാട് സ്ഥലത്ത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്രൈസ്തവർക്കെതിരായി രാജ്യവ്യാപകമായ ആക്രമണങ്ങൾ പെരുകുകയാണ്, വ്യാപകമായി. ഈ വർഷം ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടന്ന ഒരു സമയമാണ്. ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ, ഗുരുതരമായിട്ടുള്ള പരിക്കാണ് ഇവർ കേൾക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അച്ഛനെ വിളിച്ചപ്പോൾ, ഒഡീഷയിൽ തന്നെ ഒരു അച്ഛനെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ തോളല് തകർന്നിരിക്കുക. ഞാൻ ജബൽപൂരിൽ ബിഷപ്പിനെ വിളിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ പ്രതിപക്ഷ നേതാവ്, ഇത് എല്ലാ ദിവസവും എന്നതുപോലെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവം, എല്ലാ ദിവസവും എന്നതുപോലെ. 150 പേര് ടൂറ് പോയതാണ്. 2 കന്യാസ്ത്രീകളുടെ കഴുത്തിൽ ജപമാല ഉണ്ടെന്ന് പറഞ്ഞ് അവർ കൺവേർഷൻ നടത്തുകയാണ്, മതപരിവർത്തനം നടത്തിയാണെന്ന് പറഞ്ഞ് അവരെ ആക്രമിച്ചു. അപ്പോൾ ഇതാണ് നടക്കുന്നത്. ഈ ദേശവ്യാപകമായി ക്രൈസ്തവർക്കെതിരായി വലിയ ആക്രമണങ്ങൾ അയച്ചുവിടുന്ന ആളുകളാണ്, അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് ഇവിടെ ക്രിസ്മസ് വരുമ്പോൾ, ഈസ്റ്റർ വരുമ്പോൾ വീട്ടിൽ കൊണ്ട് കേക്കുമായിട്ട് ചെല്ലുന്നത്. ഈ കേക്കുമായിട്ട് വരുന്ന ആളുകളെ തിരിച്ചറിയുക എന്നതാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. ഇത് കോൺഗ്രസ് ദേശീയ നേതൃത്വവും ഇത് വളരെ ഗൗരവത്തോടു കൂടി ഈ കാര്യം എടുത്തിട്ടുണ്ട്. ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ അതിശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കൂടി കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കും. മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ നിലമ്പൂരുമായി ബന്ധപ്പെട്ട് PV അൻവർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഞാനിന്ന് രാവിലെ നിങ്ങളോട് കണ്ട് മുഴുവൻ കാര്യങ്ങളും പറഞ്ഞതാണ്. ഇനി എനിക്ക് അതിനെ സംബന്ധിച്ച് ഒന്നും പറയാനില്ല, ഒരു കാര്യവും പറയാനില്ല. അല്ല, ഞാൻ അതിനെക്കുറിച്ച് ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല. ഞാൻ പറയല്ലോ, അദ്ദേഹത്തിന് മത്സരിക്കണമെങ്കിൽ മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾ ഇതുവരെ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുന്ന തരത്തിലൊന്നും ഒരു വർത്തമാനവും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒറ്റ കാര്യവും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണം. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ UDFിലെ അസോസിയേറ്റ് മെമ്പറാകുന്ന കാര്യം ആലോചിക്കാം. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരെ ഇന്നും വന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ആ വാതിലടച്ചു. ഞാൻ പറഞ്ഞില്ലേ, ചർച്ചയുടെ വാതിലുകൾ അടച്ചു. ഇനി ഒരു ചർച്ചയും ഒരാൾ നടത്തില്ല. ആരെങ്കിലും വല്ല സംസാരിച്ചിട്ടെങ്കിൽ അത് വ്യക്തിപരമായ ബന്ധം കൊണ്ടാണ് സംസാരിക്കുന്നത്. UDF യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്, എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ ചർച്ചകളുടെ വാതിലുകൾ അടഞ്ഞു. ഇനി ഒരു ചർച്ചയില്ല. എന്ത് വേണേലും പറയാമല്ലോ.